ഹലോ. അപ്പോൾ അതാ നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നല്ലൊരു കറിയാണ്, ഉച്ചക്കത്തേക്കുള്ള നല്ലൊരു കറിയാണേ. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ കേട്ടോ. ഇതാ നമ്മൾ ചേമ്പ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ്. 2 ചേമ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ചേമ്പാണ്. അപ്പോൾ 2 ചേമ്പ് നമ്മൾ ഇതാ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. വൃത്തിയാക്കി എടുത്ത് നമ്മൾ കഴുകി ഇത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇടുന്നുണ്ട്, പിന്നെ മുളകും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കുവാണേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് വേവിക്കാനായിട്ട് വെക്കുന്നത്. വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ. നന്നായിട്ട് ഉടയുന്ന പരുവത്തിലാകുമ്പോഴത്തേന് പെട്ടെന്ന് വേകുകയും ചെയ്യും കേട്ടോ. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ വെന്ത് വരുന്ന സമയത്തിന് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കി വെക്കണം. ഇതിനുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മളൊരു അരമുറി തേങ്ങ, അരപ്പിടി, അതായത് ഒരു തേങ്ങയുടെ ഹാഫ് എടുത്തേക്കുന്നു കേട്ടോ. അതിന് അരമുറിയെന്നും പറയാം. പിന്നെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന പോലെ തന്നെ നമുക്ക് തേങ്ങ ചിരവി വെക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു 2 പിടി തേങ്ങയും കൂടെ എടുത്ത് നമ്മളതിനകത്തേക്ക് കുറച്ച് ജീരകവും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഞാൻ നല്ല പേസ്റ്റ് പോലെയല്ല അരയ്ക്കുന്നത്, അങ്ങനെയും നമുക്ക് അരച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ആ കൊഴുപ്പൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഉടച്ചു കൊടുത്തത്. കൂടെ നമ്മൾ 2 കഷ്ണം പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുളി മുന്തി നിൽക്കുന്നത് നല്ലതാണ്. ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അരപ്പ് നമ്മൾ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മളതിനകത്തേക്ക് വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും കൂടെയാണ് അരച്ചിരിക്കുന്നത്. ചിലർ മുളകും കൂടെ ചേർത്ത്, എരിവ് അധികം വേണ്ടുന്നവർ മുളകും കൂടെ ചേർത്ത് അരയ്ക്കാം കേട്ടോ. നമ്മൾ ആദ്യമേ തന്നെ മുളക് അതിനകത്ത് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ടായിട്ടാണ് മുളകിട്ട് അരയ്ക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് ഉപയോഗിക്കാമെന്നാണ്. ഇതാ വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കിയെല്ലാം യോജിപ്പിച്ചതിന് ശേഷം കുറച്ചൊന്ന് തിള വരണം കേട്ടോ. തിള വരുമ്പോൾ തന്നെ നമുക്ക് കടുക് പൊട്ടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലപോലെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുമ്പോഴത്തേനും ചോറിൻ്റെ കൂടെ നമ്മൾ കുറേ ചോറിനാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മളിതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു, കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തു, എത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാമേ. അപ്പം ഞാനിവിടെ വറ്റൽമുളകൊന്നും ഇടുന്നില്ല. കടുകും കറിവേപ്പിലയും 2-3 ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഉള്ളിയും കൂടെ അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ കറിയിലേക്ക് ഡയറക്റ്റ് ചേർക്കുകയാണേ. നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര നല്ല എന്താ പറയുക, നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചേമ്പ്, കപ്പയും ചക്കയും ഇതെല്ലാം കൂടെ പുഴുക്കുണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം കൂടെ പുഴുക്കുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മളിതാ കറിയിലേക്ക് ഡയറക്റ്റ് നമ്മുടെ കടുക് പൊട്ടിച്ച് താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് പുതിയ ഫാമിലിക്ക് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന കറിയൊക്കെ വെക്കാൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടും. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.